ഇന്ത്യൻ രൂപ തുടർച്ചയായി ഇടിയുന്നത് നമ്മളിപ്പോൾ വാർത്തകളിൽ കാണുന്നതാണ്. മുൻപ് $1 എന്നത് 80 മുതൽ 85 രൂപ വരെ ആയിരുന്നെങ്കിൽ ഇന്നത് 95 മുതൽ 97 രൂപ വരെയാണ്. ഇത്തരത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഒരു സീരിയസ് കൺസേൺ ആയി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇത്തരത്തിൽ രൂപയുടെ മൂല്യം ഇടിയാനുള്ള കാരണം എന്താണ്? നമുക്കൊന്ന് നോക്കിയാലോ. രൂപയുടെ മൂല്യം താഴോട്ട് പോകുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പി എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ ഡോളർ മേടിക്കാൻ നമുക്ക് കൂടുതൽ രൂപ ചെലവാക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ വിനിമയ നിരക്ക് വർക്ക് ആകുന്നത് നോക്കാം. ഏതൊരു സാധനവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയാണ് കറൻസികളും നമ്മൾ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതായത് ആ ഒരു കറൻസിയുടെ വില തീരുമാനിക്കുന്നത് ആ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും ആണെന്നാണ് അർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണ്. നമുക്കിപ്പോൾ ഡോളർ കൂടുതൽ ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോളറിൻ്റെ ഡിമാൻഡ് കൂടുകയും ഡോളറിൻ്റെ മൂല്യം ഉയരുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ റുപ്പി കൊടുത്താൽ മാത്രമേ നമുക്കവിടെ ഡോളർ കിട്ടത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും റുപ്പിയുടെ വില അവിടെ താഴോട്ട് പോകുന്നതിന് കാരണമാകും. ഇന്ത്യ വിദേശ രാജ്യത്ത് നിന്ന് കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ പകരമായി പുറത്തേക്ക് കൊടുക്കുന്നത് ഡോളറും അതുപോലുള്ള വിദേശ കറൻസികളുമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഡോളറിന്റെ ഡിമാൻഡ് കൂടുകയും പകരം രൂപയുടെ മൂല്യം താഴേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മുടെ രാജ്യത്തോട്ട് വിദേശ നിക്ഷേപം വരുന്ന സമയത്തും എല്ലാം തന്നെ ഡോളറിന്റെ സപ്ലൈ കൂടുകയും അവിടെ ഡോളർ വീക്ക് ആവുകയും റുപ്പി സ്ട്രോങ് ആവുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിനാണ് റുപ്പിയുടെ അപ്രീസിയേഷൻ നമ്മൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ തുടർച്ചയായി രൂപയുടെ മൂല്യം ഇടിയുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷം തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന സംഘർഷം ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഓയിൽ പ്രൈസ് തുടർച്ചയായിട്ട് ഉയരുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ ഡോളർ കൊടുത്താൽ മാത്രമേ വിദേശത്ത് നിന്ന് ക്രൂഡ് ഓയിൽ മേടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഡോളറിന്റെ ഡിമാൻഡ് കൂടുകയും രൂപയുടെ മൂല്യം ഇടിയുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഡിപ്രീസിയേഷന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാർ പൈസ പിൻവലിച്ച് US നിക്ഷേപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം US ഇപ്പോൾ ഒരു AI ബൂം നടക്കുന്നു. അതിന്റെ ഭാഗമായി കൂടുതൽ നിക്ഷേപ സാധ്യത അവിടെയാണെന്ന് മനസ്സിലാക്കിയ നിക്ഷേപകർ ഇന്ത്യയിൽ നിന്ന് പണം പിൻവലിച്ച് അതിനെ ഡോളറായി കൺവേർട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രൂപയ്ക്ക് ക്ഷീണം ഉണ്ടാവുകയും ഡോളർ മുകളിലേക്ക് ഉയരുകയും ചെയ്യും. മാത്രമല്ല ഡോളർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ട്രോങ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പല ഇൻവെസ്റ്റേഴ്സിനും തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ റിസർവ് ബാങ്കിനോ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഒരു പരിധിവരെ രൂപയുടെ മൂല്യം ഇടിയുന്നത് തടയാനായിട്ട് RBIക്ക് കുറച്ച് പ്രവർത്തികൾ ചെയ്യാനാകും. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള വിദേശ നാണ്യത്തിന്റെ കരുതലിലുള്ള ഡോളർ ശേഖരം മാർക്കറ്റിൽ വിൽക്കുന്നത് വഴി രൂപയുടെ മൂല്യം ഇടിയുന്നത് ഒരു പരിധിവരെ തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കഴിയും. എന്നാലും പൂർണ്ണമായി നിയന്ത്രിക്കാൻ RBIക്ക് ആകില്ല. അപ്പൊ ഇത്തരത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നത് ഒരു ഇന്ത്യക്കാരന്റെ ജീവിതത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഒന്നാമതായിട്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയരുന്നതിന് അത് കാരണമാകും. മറ്റൊന്ന്, ഇന്ത്യ ഒരുപാട് സാധനങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധനങ്ങളുടെ വില കൂടുകയും അത് ഇന്ത്യയിൽ ഒരു പരിധിവരെ വിലക്കയറ്റം ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇനി വിദേശ യാത്രകളൊക്കെ ചിലവേറിയതാകും. കൂടാതെ വിദേശ പഠനവും ഒരു ചെലവുള്ള പ്രക്രിയയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നത് സമ്പദ് വ്യവസ്ഥ മുഴുവനായി തകർന്നു പോകുന്നതിന് കാരണമാകുന്നില്ലെങ്കിൽ പോലും സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുകയും അത് സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സിനായി സൈലം IASന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.